Very good morning to all. Clock to Electronics in അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ DC സർക്യൂട്ട്സ് എന്ന പോർഷനാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ IEയുടെ എക്സാം തന്നെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പോർഷനാണ് DC സർക്യൂട്ട്സ്. അതായത് അതിലെ ലോസ്, KCL, KVL ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഫുള്ള് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് പ്രോബ്ലംസ് ആണ്. സോ ഇതിൻ്റെ നോട്ട്സിൻ്റെ PDF, അതായത് ഇതിൻ്റെ പ്രിൻറ്റഡ് നോട്ട്സ് തന്നെ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻറ്റഡ് നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് ആവശ്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ KCB സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്തതിനെ പ്രതീക്ഷിക്കാം. സോ അതിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വളരെ ബേസിക് ആണ് കേട്ടോ. സോ ഫസ്റ്റ് DC സർക്യൂട്ട്സ്. എന്താണ് ഒരു DC സർക്യൂട്ട്? ഇറ്റ് എസെൻഷ്യലി കൺസിസ്റ്റിംഗ് ഓഫ് എ DC സോഴ്സ്, കണ്ടക്ടേഴ്സ് ടു ക്യാരി ദ കറണ്ട് ആൻഡ് ദ ലോഡ്. ഒന്നുമില്ല, ഒരു DC സോഴ്സ് ഉണ്ട്, ഒരു ലോഡുണ്ട്. DC സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ഒരു കണ്ടക്ടർ യൂസ് ചെയ്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, അതായത് കറണ്ട് കണ്ടക്ട്. അതായത് ഒരു DC സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു DC സർക്യൂട്ട്സ് ആയിട്ട് നമുക്ക് പറയാം. അതായത് DC സോഴ്സ് ആയിട്ട് ഒരു ബാറ്ററിയോ ഒരു DC ജനറേറ്ററോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു DC സർക്യൂട്ട്സിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു DC സോഴ്സ് ഉണ്ടാവും, ഒരു ലോഡ് ഉണ്ടാവും, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതാണ് DC സർക്യൂട്ട്സ്. അതിൽ ഫസ്റ്റ് ലോ പറയുന്നതാണ് ഓംസ് ലോ. വാട്ട് ഈസ് ഓംസ് ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ current through a conductor between 2 points is directly proportional to the voltage across the 2 points. അതായത് വോൾട്ടേജ് ബൈ കറണ്ട് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് റെസിസ്റ്റൻസ്, സോ അതിൻ്റെ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. പ്രൊവൈഡഡ് ദ ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയുക. സോ അതിൽ നിന്ന് തന്നെ ഈ കുറച്ച് കുറേ ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. സോ I is equal to V/R, V is equal to I into R, R is equal to V/I. സോ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ KCLൻ്റെയും KVLൻ്റെയും പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് സീരീസ് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് സർക്യൂട്ട് ഇത് വളരെ ബേസിക് ആണ്. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ടൈപ്പ് പ്രോബ്ലംസ് എക്സാമിൽ തന്നു കഴിഞ്ഞാലും നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. സോ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇവിടെ 3 റെസിസ്റ്റൻസസ് ഉണ്ട്, R1, R2, R3. സോ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെൻ്റ് ആണ്. ബട്ട് കറണ്ട്, ഓരോ റെസിസ്റ്റൻസിൽ കൂടിയുള്ള കറണ്ട് സെയിം ആണ്. അതാണ് ഒരു സീരീസ് സർക്യൂട്ട്. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളുടെ സം ആയിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ. സോ V is equal to V1 plus V2 plus V3. ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ്. ഒരു സീരീസ് സർക്യൂട്ടിനെ സംബന്ധിച്ച് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിൻ്റെയും സം ആയിരിക്കും. സോ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. ദാറ്റ് ഈസ് എ സീരീസ് സർക്യൂട്ട്. ഇതിനെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് പാരലൽ സർക്യൂട്ട്. പാരലൽ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, 3 റെസിസ്റ്റൻസസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്തായിരുന്നു? സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെൻ്റ് ആയിരുന്നുവെങ്കിൽ പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആണ്. പക്ഷേ അതിൽ കൂടി ഓരോ റെസിസ്റ്റൻസിൽ കൂടിയും പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ്. സോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ ലോ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ എന്താണ്? പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഓരോ റെസിസ്റ്റൻസിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഡിഫറൻറ്റും ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്. സോ ഇതിൻ്റെ കേസിൽ, പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് 1/R is equal to, അതായത് ഓരോന്നിൻ്റെയും റെസിപ്രോക്കലിൻ്റെ സമ്മായിരിക്കും പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ R ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 1/R is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആയിരിക്കും എന്ത്? R ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് കറണ്ടും ഡിവിഷൻ ഓഫ് വോൾട്ടേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഒരു പാരലൽ സർക്യൂട്ട് തന്നിട്ടുണ്ട്. പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടോട്ടൽ കറണ്ട് നമുക്കറിയാം. ഈ റെസിസ്റ്റൻസ് R1 കൂടി പാസ് ചെയ്യുന്ന കറണ്ട് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോളൂ. സോ ഫസ്റ്റ് I1 എന്ന് പറയുന്നത്
ടോട്ടൽ കറണ്ട് ഐ ഇൻറ്റു ഇപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസ് R1ൽ കൂടെയുള്ള കറണ്ടാണ്. സോ I1 ആണ് പാസ് ചെയ്യുന്നത്. സോ ഏത് റെസിസ്റ്റൻസിൽ കൂടെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ആ റെസിസ്റ്റൻസ് അല്ലാത്ത റെസിസ്റ്റൻസ്. സോ I1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു I1 പാസ് ചെയ്യുന്നത് R1ൽ കൂടെയാണ്. സോ R2 എടുക്കുക, R2 ആയിരിക്കും ന്യൂമറേറ്റർ വരിക. സോ I1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. അതാണ് ഡിവിഷൻ ഓഫ് കറണ്ട്. സോ എന്താണ് I1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും I1ൻ്റെ വാല്യൂ. അതേപോലെ തന്നെയാണ് I2 വരുന്നത്. I2 ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു കറസ്പോണ്ടിങ് അതിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, അതായത് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും ഡിവിഷൻ ഓഫ് കറണ്ട്. അതായത് ഓരോ കറണ്ടും ടോട്ടൽ കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂസും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ നൽകിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ കേസ് പറഞ്ഞു, ഓരോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. സോ V1 എന്ന് പറയുന്നത് V1 ഈസ് ഈക്വൽ ടു V ഇൻറ്റു, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് R1 തന്നെയാണ്, R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ V ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ V2 ഈസ് ഈക്വൽ ടു V ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതായത് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ഡിവിഷൻ ഓഫ് വോൾട്ടേജ്, അതായത് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് കിർച്ചോഫ് ലോ. കിർച്ചോഫ് ഫസ്റ്റ് ലോ, രണ്ട് ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോ കിർച്ചോഫ് കറണ്ട് ലോ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇൻ എനി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് algebraic sum of the currents meeting at any junction or point is 0. അതായത് ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സോ നമുക്കിവിടെ ഇൻകമിങ് കറണ്ട്, അതൊരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, I1 കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്നു, I3 കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്നു, ബാക്കി വരുന്ന I2ഉം I4ഉം I5ഉം ജംഗ്ഷനിൽ നിന്ന് പോവുകയാണ്. സോ ഇൻകമിങ് കറണ്ടിനെ നമ്മൾ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ടിനെ നെഗറ്റീവായിട്ടും എടുത്തു. സോ I1 മൈനസ് I2, അതായത് I2 ജംഗ്ഷനിൽ നിന്ന് പോവുകയാണ്. സോ മൈനസ് I2 പ്ലസ് I3 ജംഗ്ഷനിലേക്ക് വരികയാണ്, മൈനസ് I4 മൈനസ് I5 അത് ഈക്വൽ ടു 0. അതായത് ഇൻ എനി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് algebraic sum of the currents meeting at any junction or point is 0. സോ അതുകൊണ്ട് തന്നെ നമുക്ക് I1 പ്ലസ് I3 ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ പോസിറ്റീവ് ആണല്ലോ, ബാക്കിയൊക്കെ I1 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I4 പ്ലസ് I5 എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? സം ഓഫ് ദി ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട്. സോ വാട്ട് ഈസ് എ കിർച്ചോഫ് കറണ്ട് ലോ? സം ഓഫ് ദി ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ക്ലാരിഫൈ ആവും. ഇപ്പോൾ ഇത് ലോ എന്നുള്ള രീതിയിൽ അതിൻ്റെ തിയറി മാത്രം മനസ്സിലാക്കുക. നെക്സ്റ്റ് കിർച്ചോഫ് വോൾട്ടേജ് ലോ വരുന്നുണ്ട്. ദെൻ കിർച്ചോഫ് കറണ്ട് ലോ. In a closed mesh or circuit, algebraic sum of the voltage drops in resistors plus algebraic sum of the EMFs acting around the circuit is 0. സോ ഇതിൻ്റെ തിയറി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയും. സോ ഒരു ക്ലോസ്ഡ് മെഷീനെ സംബന്ധിച്ച് അതിൻ്റെ ഓൾജിബ്രൈക് സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ റെസിസ്റ്റർ, അതായത് റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മും അതിൻ്റെ ആക്ടിങ് ഒരു EMF ഉണ്ടാവില്ല, EMF സോഴ്സ് ഓഫ് EMF ഉണ്ടാവും, അതിൻ്റെ ഓൾജിബ്രൈക് സമ്മും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വോൾട്ടേജ് സിഗ്മ IR പ്ലസ് സിഗ്മ EMF ഈസ് ഈക്വൽ ടു 0 ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചുവടെ കൊടുത്തിട്ടുണ്ട്, അടുത്ത സ്ലൈഡിൽ അത് ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടി ക്ലാരിഫൈ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് സൈൻ കൺവെൻഷൻസ് നമ്മൾ എടുക്കാറുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. സോ ഈ റൈസ് ഇൻ വോൾട്ടേജ് ഷുഡ് ബി ഗിവൺ
പോസിറ്റീവ് സൈൻ, വേറാസ് എ ഫോൾ ഇൻ വോൾട്ടേജ് ഷുഡ് ബി ഗിവൺ എ നെഗറ്റീവ് സൈൻ. ഒരു സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, അത് ഏതർ ഒരു ബാറ്ററി സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതൊരു ബാറ്ററി സോഴ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, ഇൻ എ ബാറ്ററി ഇഫ് വി ആർ ഗോയിങ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ദർ ഈസ് എ റൈസ് ഇൻ പൊട്ടൻഷ്യൽ, ഹെൻസ് ദ വോൾട്ടേജ് ഷുഡ് ബി ഗിവൺ ആസ് എ പോസിറ്റീവ് സൈൻ. അതായത് നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അതായത് ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് പോസിറ്റീവ് സൈൻ കൊടുക്കണം. അത് എവിടെ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ അടുത്ത് ഉള്ള ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇതൊന്ന് മനസ്സിലാക്കുക. സൈൻ കൺവെൻഷൻ എന്താണ് പറയുന്നത്, ഒരു ബാറ്ററിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രം നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ കൺവെൻഷൻ ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്. സോ വോൾട്ടേജ് എന്തായിട്ടായിരിക്കും, പോസിറ്റീവ് സൈൻ ആയിട്ടായിരിക്കും എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റേഴ്സ്, ഇനി നമ്മൾ വോൾട്ടേജ് സോഴ്സിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇഫ് വി ആർ ഗോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ അസ്യൂംഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ദർ ഇസ് എ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. അതായത് ഇപ്പോൾ നമുക്കൊരു കൺവെൻഷനലായിട്ട് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കറണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഒരു ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതായത് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ, കറണ്ട് ഫ്ലോസ് ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. കറണ്ട് എപ്പോഴും എങ്ങനെ ഫ്ലോ ചെയ്യുക, ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഫ്ലോ ചെയ്യുന്നത്. അതിനർത്ഥം എന്താ, എന്താ അവിടെ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടായി എന്നാണ് അർത്ഥം. അപ്പോൾ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് സൈൻ കൊടുക്കുമെന്ന് പറഞ്ഞു. സോ ഹെൻസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, കൺവെൻഷനലായിട്ട് നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഫ്ലോയിലാണ് കൺവെൻഷനലായിട്ട് എടുക്കുന്ന ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഹെൻസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. E1 എന്ന് പറയുന്ന ഒരു EMF സോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. R1 ഉണ്ട്, R3 ഉണ്ട്, R2 ഉണ്ട്. R1 കൂടെ പാസ് ചെയ്യുന്നത് I1 കറണ്ടാണ്. R3 കൂടി I2 കറണ്ട്, E2 EMF ഉണ്ട്. R3 കൂടി I1 പ്ലസ് I2 കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ കൺവെൻഷനലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ABDA എന്ന് പറയുന്ന ഒരു ലൂപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു. അതായത് ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് -I1 R1, കാരണം എന്തുവാണ്, നേരത്തെ പറഞ്ഞു നമ്മൾ കൺവെൻഷനലായിട്ട് അസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിലാണ് ഡ്രോപ്പ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ് കൊടുക്കേണ്ടത്. സോ -I1 × R1 മൈനസ്, നെക്സ്റ്റും ഇതും കൺവെൻഷനിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ കൂടെ തന്നെയാണ് R2 കൂടി I1 പ്ലസ് I2 കറണ്ട് പാസ് ചെയ്യുന്നത്. സോ -I1 പ്ലസ് I2 × R2 പ്ലസ് E1 എന്തുവാണ്, ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യൽ, റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. സോ പ്ലസ് E1 ആയിരിക്കും ഈസ് ഈക്വൽ ടു 0. അതാണ് KVL റൂൾ ഫസ്റ്റ് പറയുന്നത്. അതായത് ക്ലോസ്ഡ് സർക്യൂട്ടിനെ സംബന്ധിച്ച് ഉള്ള കേസാണ് ഇവിടെ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് BCDB എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുന്നു. BCDB എന്ന് പറയുന്ന സെക്ഷനിൽ I2 അതായത് I2 കറണ്ട് R3 കൂടി പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ കൺവെൻഷനലായിട്ട് എന്താ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അതായത് തിരിച്ചാണ്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്. പക്ഷേ കൺവെൻഷനേക്കാളും ഓപ്പോസിറ്റുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് I2 × R3 ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് ആയിരിക്കും, അവിടെ റൈസ് ഇൻ പൊട്ടൻഷ്യലാണ് ഉള്ളത്. സോ I2 × R3 മൈനസ് E2, കാരണം എന്താണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്ന് നേരത്തെ പറഞ്ഞു. സോ I2 R3 മൈനസ് E2 പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ, അതുപോലെ ഇവിടെ എടുക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുന്നത്. സോ I1 പ്ലസ് I2 × R2 അതെന്ന് പറയുന്നതും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് കൺവെൻഷനലായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷൻ നോക്കൂ, I1ൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് I1 എന്ത് വന്നു, നെഗറ്റീവ് വന്നു. I1 R1 നെഗറ്റീവ് വന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്, പക്ഷേ അസ്യൂം ചെയ്തേക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് I2 ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്തേക്കുന്നത്. സോ I2 × R3 എന്ന് പറയുന്നത് എന്തായി,
പോസിറ്റീവായി. സോ അങ്ങനെ BCDB എന്ന് പറയുന്ന ലൂപ്പ് എടുത്താലും അല്ലെങ്കിൽ മെഷ് എടുത്തു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവും. നെക്സ്റ്റ് ABCDA എന്ന് പറയുന്ന മെഷ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൺവെൻഷനലായിട്ട് I1 നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ -I1 R1 പ്ലസ് I2 R3 മൈനസ് E2 പ്ലസ് E1 ഈസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. സോ ഇങ്ങനെയാണ് ഓരോ ഇതിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നത്. സോ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറച്ചുകൂടി അത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ അത് പെട്ടെന്ന് ക്ലിക്ക് ആവത്തുള്ളൂ. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. Assuming the battery resistance to be 0, calculate the current supplied by the two batteries in the network given below. So ഇവിടെ ഒരു 90 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 3 റെസിസ്റ്റൻസ് 10 ഓം 5 ഓം 25 ഓം റെസിസ്റ്റൻസും ഒരു 125 വോൾട്ടിൻ്റെ ഒരു ഒരു വോൾട്ടേജ് സോഴ്സും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോ മെഷ് വെച്ച് കൺസിഡർ ചെയ്യാം. സോ ABD എന്ന് പറയുന്ന മെഷ് ഫസ്റ്റ് കൺസിഡർ ചെയ്തു. നേരത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൺവെൻഷനലായിട്ട് അസ്യൂം ചെയ്തേക്കുന്ന ഡയറക്ഷൻ എന്താണ്? I1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. നമ്മളും എടുക്കുന്ന ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. സോ ഓരോ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ എടുക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ എടുത്ത് തന്നെ ചെയ്യുക. സോ ഫസ്റ്റ് 10I1 വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ -10I1 മൈനസ് 25 ഇവിടെ 2 കറണ്ട് ഉണ്ട്. I1ഉം ഫ്ലോ ചെയ്യും, I2ഉം ഇതിൽ കൂടി ഫ്ലോ ചെയ്യും. സോ -25 അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ -25 ഇൻറ്റു I1 പ്ലസ് I2 പ്ലസ് 90 കാരണം നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ. സോ പ്ലസ് 90 ഈക്വൽ ടു 0. സോ ഇത് ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 35I1 പ്ലസ് 25I2 ഈസ് ഈക്വൽ ടു 90 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് കേസ് BCDB എന്ന് പറയുന്ന ഒരു മെഷ് കൺസിഡർ ചെയ്തു. അവിടെ മെഷ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൺവെൻഷനലായിട്ട് തന്നിട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? I2 ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. സോ 5I2 അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, കാര്യം അറിയാലോ. സോ നമ്മൾ കൺവെൻഷനലായിട്ട് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുക. സോ പ്ലസ് 5I2 മൈനസ് 125 കാരണം ഇവിടെ എന്താണ് നമ്മൾ ക്ലോക്ക് വൈസ് ആണെന്ന് എടുക്കുന്നത്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയി, അതായത് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ വന്നു. സോ -125 പ്ലസ് 25 ഇൻറ്റു അതായത് കൺവെൻഷനലായിട്ട് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതിലുള്ള കറണ്ടിൻ്റെ ഫ്ലോ. സോ പ്ലസ് 25 ഇൻറ്റു I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു 0. സോ നിങ്ങൾക്ക് ഇവിടെ അത് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് 5I2 പ്ലസ് 25I1 ഇസ് ഈക്വൽ ടു 25I2 ഇസ് ഈക്വൽ ടു 125 അതാണ് 125 ഈക്വാലിറ്റിയുടെ അപ്പുറത്ത് കൊണ്ടുപോയി. സോ നമുക്ക് ഒരു 2 ഇക്വേഷൻസ് കിട്ടി. സോ 25I1 പ്ലസ് 30I2 ഇസ് ഈക്വൽ ടു 125 എന്നുള്ള ഇക്വേഷനും 35I1 പ്ലസ് 25I2 ഇസ് ഈക്വൽ ടു 90 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനും കിട്ടി. സോ 2 ഇക്വേഷൻസ് നൽകി കഴിഞ്ഞാൽ നമുക്കതിനെ മെട്രിക്സ് ഫോമിലാക്കാം. മെട്രിക്സ് ഫോമിലാക്കുമ്പോൾ 35 അതായത് I1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 35, ഇവിടെ 25, നെക്സ്റ്റ് ക്വസ്റ്റിലും I1 25. സോ നെക്സ്റ്റ് I2ൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് 25. സോ ഇവിടെ 25 പുട്ട് ചെയ്യുക. അതുപോലെ തന്നെ I2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താ സെക്കൻഡ് ഇക്വേഷനിൽ 30. സോ ഈക്വൽ ടു 90 125. 90 എന്ന് പറയുന്നത് നമ്മൾ ഇതെന്താണ് മനസ്സിലായോ? V ഇൻറ്റു I ഈസ് ഈക്വൽ ടു R എന്ന ഫോമിലാണ് ഉള്ളത്. സോ ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇതൊക്കെ നമ്മൾ ബിടെക് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ ക്രാമേഴ്സ് റൂൾ എന്താണ്? ഈ 35 നമുക്ക് ഫസ്റ്റ് I1ൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോവിനെ 90 125 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ 90 125 ഡിവൈഡ് ബൈ 25 30. സോ അതിന് മെട്രിക്സ് ഫോമിലാക്കി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടെത്തി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും, അതായത് I1ൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് I2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. I2 ഇസ് ഈക്വൽ ടു 5 ആംപിയർ, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് റോ റീപ്ലേസ് ചെയ്ത് എഴുതുക. സോ 25 30. സോ 5 ആംപിയർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ I1ൻ്റെ വാല്യൂ
1 ആംപിയറും I2ൻ്റെ വാല്യൂ 5 ആംപിയറുമാണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദ കറണ്ട് I1 ഈസ് നെഗറ്റീവ്, റൈറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ദി അസ്യൂംഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് I1 ഈസ് നോട്ട് കറക്റ്റ് അല്ല. സോ ദ ആക്ച്വൽ കറണ്ട് ഫ്ലോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നത്. സോ ഇതല്ല ഡയറക്ഷൻ, ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും I1 ഫ്ലോ ചെയ്യുന്നത്. I2ൻ്റെ വാല്യൂ കറക്റ്റാണ്. സോ ഫൈബർ, അതായത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വൺസ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഇൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആർ അസ്യൂംഡ്, ദ സെയിം ഷുഡ് ബി യൂസ്ഡ് ത്രൂ ഔട്ട് ദി സൊല്യൂഷൻസ് ഓഫ് ദ പ്രോബ്ലം. അതായത് നമ്മൾ ഒരു ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്തു, ആ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷൻ തന്നെ ആ ത്രൂ ഔട്ട് പ്രോബ്ലത്തിൽ നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസിന് ഡിഫറൻസ് ഉണ്ടാവും. സോ ഇത്രയും റൂൾസ്, അതായത് അതിൻ്റെ സൈൻ കൺവെൻഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സൈൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസിലോട്ട് എത്തണമെന്ന് ഇല്ല. സോ അത് നന്നായിട്ട് മനസ്സിലാക്കുക. സോ ഈ ഒരു സെക്ഷനിൽ നമ്മളിനി മെഷ് അനാലിസിസും ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷനും ഉണ്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല IUക്ക്, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ നടന്നിട്ടുള്ള എക്സാം IU ആണല്ലോ, അതും ഡിഗ്രി ലെവൽ BTech ലെവൽ എക്സാമാണ്. സോ നിങ്ങൾക്ക് അതിൽ നിന്നും ഈ ഒരു പോർഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.